40 നാളുപവസിക്കാം വിശക്കുന്നവനൊപ്പം കൊടുക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 40-ാം വെള്ളിയാഴ്ചയായിട്ട് അറുപത്തിനാലിന് ചർച്ചിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയാം ഈ ചർച്ച എവിടെയാണെന്നുള്ളതൊക്കെ. ഈ ചർച്ച ഇരിക്കുന്നത് കടത്തുരുത്തിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് പള്ളി ഇരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മാതാവിൻ്റെ മടിയിൽ ഈശോ കിടക്കുന്ന ഒരു രൂപമാണ്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷവും ഉണർവും ലഭിക്കുന്നു. അതിനുശേഷം ഈശോയുടെ 14 സ്ഥലങ്ങൾ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോയമ്പ് കാലത്ത് 40-ാം വെള്ളിയാഴ്ച ഇവിടെ പോകുന്നത് മല ചവിട്ടാൻ കൂടി വേണ്ടിയാണ്. അപ്പോൾ ആദ്യത്തെ 5 സ്ഥലങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അവിടെ കയറി നമ്മൾ തിരി കത്തിച്ച് കുരിശിൻ്റെ വഴി ചൊല്ലുന്നു. ഓരോ സ്ഥലത്ത് കുരിശിൻ്റെ വഴി ചൊല്ലി തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നു. അതിനുശേഷം ബാക്കി സ്ഥലങ്ങൾ വരുന്നത് പള്ളിയുടെ പുറകിലാണ്. അവിടെ കുറച്ച് മല പോലെയുണ്ട്. അപ്പോൾ അവിടെയും കൂടെ കയറി നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ തിരികച്ച് പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങുന്നു. ഇത് ഒത്തിരി പഴക്കമേറിയ പള്ളിയാണ്. ഒത്തിരി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുന്ന പള്ളിയാണ്. അപ്പോൾ 40-ാം വെള്ളിയാഴ്ച ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മലക്കയറ്റമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് അവിടെ ചെന്നത്. അവിടുത്തെ ഓരോ രൂപങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ഈശോ നമ്മുടെ ഹൃദയത്തിൽ പതുങ്ങിയിരിക്കുന്ന പോലെയാണ്. അത്രയും മനോഹരമാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പള്ളിയുടെ ആൾത്താര തന്നെ ഇങ്ങനെ ഒരു ആൾത്താര ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈശോ എല്ലാം കാണുന്നു എന്നുള്ളതിലാണ് അവിടുത്തെ ആൾത്താര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വളരെയേറെ പഴക്കമേറിയൊരു പള്ളിയാണ്. ഒത്തിരി അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയാണ് ഈ പള്ളി. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഇവിടെ എന്നെ മനസ്സിനൊരു ആകർഷിച്ചൊരു കാര്യം, ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. മാതാവ് വെള്ളം കോരി ഒരു പാത്രത്തിൽ പിടിച്ചിരിക്കുന്ന രൂപം. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ല ഉണർവാണ്. അത് എല്ലാ പള്ളികളിലും ഞാനത് കണ്ടിട്ടില്ല, ഇവിടെ മാത്രമാണ് അത് കണ്ടിരിക്കുന്നത്. രൂപത്തിന് താഴെ ചെറിയൊരു അമ്പലക്കുളമുണ്ട്. പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്ന കുരിശിൽ നമുക്ക് എണ്ണയൊഴിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഗീവർ സഹിതയുടെ ഒക്കെയാണ് ഈ പള്ളി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുന്ന പള്ളിയാണ്. പിന്നെ ഇവിടെ വ്യാഴാഴ്ചയും 40-ാം വെള്ളിയാഴ്ച അന്നും കഞ്ഞി നേർച്ചയുണ്ട്. അപ്പോൾ കഞ്ഞിയെല്ലാം കുടിച്ച് നമ്മൾ തിരിച്ചു പോന്നു. പരിശുദ്ധ കുർബാന പല സമയങ്ങളായി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും പള്ളി വിസിറ്റ് ചെയ്ത് കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബായ്.